പോകേണ്ടി വരും. പക്ഷെ എന്താ ചെയ്യാ, ആകെ വൈകുന്നേരം വീടി നോക്കുമ്പോ ചപ്പാത്തി കമ്പനിയിൽ നിന്ന് ഒരു 50 രൂപ ചപ്പാത്തി കൂടി ഒക്കെ വാങ്ങിയ അത് 3 ദിവസത്തിനുണ്ടാവും. കാരണം വേറൊന്നും തിന്നപ്പയ്യല്ല, വിശപ്പുണ്ട്. അപ്പൊ ലോകത്ത് ഈ അവസ്ഥ ഇങ്ങനെ കൂടി വരിക, ഇനിയും അത് കൂടിക്കൊണ്ടേയിരിക്കും. എവിടെ കുറയില്ല. വൃക്കരോഗികളൊക്കെ ഞാൻ ഈ ഡയാലിസിസ് എന്ന പേര് കേട്ടപ്പോ എന്താണ് ഡയാലിസിസ് ഇന്നലൊക്കെ ഡയാലിസിസ് എന്ന പേര് സാർവത്രികമായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായിരുന്നു? ഞാൻ ഡയാലിസിസ് കാണാൻ വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് ചെയ്യുന്ന ആ റൂമിന്റെ മുമ്പിൽ കാണാൻ പോയിട്ടുണ്ട്. മാറാറെ കുറിച്ച് ആലോടിഞ്ഞ മൂലക്കല് ഒരു പഴയ റൂമിന്റെ മേലെ ഒരു കറുത്ത തകര ബോർഡിൽ വെള്ളമഷി കൊണ്ട് ഡയാലിസിസ് റൂം എന്ന് എഴുതി വെച്ചത് ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. ഇന്ന് എന്റെ നാട് ചുങ്കത്രയാണ്. എന്റെ നാട്ടിലെ ചുങ്കത്രയിൽ 2 കേന്ദ്രങ്ങൾ, ഒന്ന് ചുങ്കത്ര മാർത്തോമ ഹോസ്പിറ്റൽ, 2 ചുങ്കത്രയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഈ 2 സ്ഥലത്തും എത്ര 3 ഷിഫ്റ്റ് ആയിട്ട് എത്ര മെഷീനുകൾ അവിടുത്തെ ആ ബ്ലോക്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ എത്ര മെഷീനറികൾ, പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുക, പുതിയ മെഷീൻ വരിക. എന്നിട്ടോ അതൊക്കെ പറഞ്ഞമാർക്ക് കാത്തിരിക്കുക ആൾക്കാർ. ഇപ്പൊ ലിസ്റ്റ് എടുക്കണ്. ഇപ്പൊ 50 ആൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 51ാമത്തെ ആളാണ് നിങ്ങളെന്ന് എനിക്ക് ബില്ലിട്ടിയാലേ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ചോനെ. എന്താണ് ആ 50 ആളിൽ ഒരാൾക്ക് സുഖമായി പോയിട്ട് ആ ചാൻസ് എനിക്ക് കിട്ടണം. സുഖമില്ലല്ലോ. ആ 50 ഒരാൾ ഇന്നലെ മരിച്ചു കേൾക്കും. അൽഹംദുലില്ലാഹ് ഞാൻ